വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ലെക്ചർ. എന്തല്ല പിള്ളേരെ, സുഖം തന്നെയല്ലേ? നമ്മൾ ഒരു ഇലിസ്ട്രേഷൻ നമ്പർ 25 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു കോംപ്രഹെൻസീവ് ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മൾ സെബി ഗൈഡൻസും കൂടി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഈ ആൻസർ ചെയ്യാതെ പോകരുത്. ഓക്കെ, വിത്തൗട്ട് എനി ഡിലേ ഇലിസ്ട്രേഷൻ നമ്പർ 25. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഫോളോയിങ് ഈസ് ദ എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് YY ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2023. YY ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്ഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ്. അതാണ് മാക്സിമം എത്രയാണ് നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇവിടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. 15,000 നമ്പർ ഓഫ് ഷെയർസ്, 12% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈച്ച്. ഇക്വിറ്റി ഷെയർസ് മാത്രമല്ല, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. കൂടാതെ 10 rupeesന്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 15,000 into 10, 1,50,000. 1,50,000 into 10, 15 lakh rupees. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളതും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും താഴെ കൊടുത്തിട്ടുണ്ട്. 12,000 നമ്പർ ഓഫ് ഷെയർസ്, 12% പ്രിഫറൻസ് ഷെയർസ്, 10 ഈച്ച് ഫുള്ളി പെയ്ഡ്. ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള 12,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 12,000 into 10 എത്ര വരും? 1,20,000. ഇതാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, 1,35,000 നമ്പർ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച്, 8 rupees പെയ്ഡ് അപ്പ്. നിലവിൽ 1,50,000 rupees ആയിരുന്നു നമ്മുടെ കയ്യിലുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ നിന്നും 1,35,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 8 ആണ് പെയ്ഡ് അപ്പ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1,35,000 into 8, 10,80,000 rupees അവിടെ ഉണ്ട്. ഓക്കെ, ഓതറൈസ്ഡ് എത്ര? 1,50,000. നിലവിൽ ഇതുവരെ ഇഷ്യൂ ചെയ്തത് എത്ര? 1,35,000. നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മുടെ കയ്യിലുള്ളത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെക്യൂർഡ് ലോൺ ഉണ്ട്. സെക്യൂർഡ് ലോൺ ഏതാണ്? അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. 12% പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, PCD. എന്താണ് PCD? പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ. PCD എന്നും FCD എന്ന് പറഞ്ഞ് നമ്മൾ സെബി ഗൈഡ് ലൈൻസിന്റെ ഒരു കാര്യം ബോണസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, എനിവേ, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ബോണസിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റിസർവ്സ് വായിക്കുന്ന സമയത്ത് ആലോചിക്കുക ഏതൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് 3 റിസോഴ്സസ്. ഏതൊക്കെ 3 റിസോഴ്സസ്? ഒന്ന് ഫ്രീ റിസർവ്സ്, പിന്നെ 2 സെക്യൂരിറ്റീസ് പ്രീമിയം, പിന്നെ 3 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. On 1st April 2023, the company has made final call at 2 each on 1,35,000 equity shares. നമ്മൾ നിലവിൽ 1,35,000 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൽ എത്ര രൂപ മാത്രമാണ് പെയ്ഡ് അപ്പ് ആയിട്ടുള്ളത്? 8 rupees ആണ് പെയ്ഡ് അപ്പ് ആയിട്ടുള്ളത്. അപ്പൊ 2 rupees എന്ത് ചെയ്തു? ഫൈനൽ കോൾ വിളിച്ചു. ഫൈനൽ കോൾ വിളിച്ചാൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഫൈനൽ കോളിന്റെ ഡ്യൂ എൻട്രി ചെയ്താൽ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി തീർന്നു. ദ കോൾ മണി was received by 20th April 2023. ഡേറ്റ്സ് തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യാം. Thereafter, the company decided to capitalize its reserves by way of bonus at the rate of 1 share for every 4 shares held. ഇതിന്റെ റേഷ്യോ എത്രയാ? 1 for every 4 shares held. 4 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയർ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സെക്യൂരിറ്റി പ്രീമിയം ഓഫ് 37,500 ഇൻക്ലൂഡ്സ് എ പ്രീമിയം ഓഫ് 7,500 ഫോർ ഷെയർസ് ഇഷ്യൂഡ് ടു വെൻഡേഴ്സ് പെർസുവന്റ് ടു എ സ്കീം ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടിട്ട് വെൻഡർ എന്ന് വെച്ചാൽ ആരാ? ക്രെഡിറ്റർ. നമ്മുടെ ക്രെഡിറ്ററിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് പ്രീമിയം ആണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 37,500. ഈ 37,500ൽ 7,500 rupees എന്ത് എമൗണ്ട് ആണെന്ന് പറഞ്ഞത്?
വെൻഡറിന് കൊടുത്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന പേയ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ 7,500 റുപ്പീസ് എന്തല്ല നോട്ട് റിയലൈസ്ഡ് ഇൻ ക്യാഷ്. അപ്പം 7,500 ക്യാഷിലല്ല, ബാക്കി എമൗണ്ട് ആയിട്ടുള്ള 30,000 റുപ്പീസ് മാത്രമേ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഉള്ളൂ. ആ എമൗണ്ട് മാത്രമേ നമുക്ക് ബോണസ് ഇഷ്യൂവിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോട്ട് ചെയ്യാം. ക്യാപിറ്റൽ റിസർവ്സ് ഇൻക്ലൂഡ്സ് 60,000, ഈ ഒരു 0 കട്ട് ചെയ്യാം കേട്ടോ. 60,000 ബീങ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവിൽ 60,000 റുപ്പീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഇവിടെ എത്ര എമൗണ്ട് ഉള്ള സെക്യൂരിറ്റി ക്യാപിറ്റൽ റിസർവ്? 1,12,500. 1,12,500ൽ 60,000 റുപ്പീസ് മാത്രമേ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഉള്ളൂ എന്നുള്ള അസംഷൻ എടുക്കുകയും ബാക്കി 52,500 നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മൾ അത് നോട്ടിൽ മെൻഷൻ ചെയ്യും വേണം. ഓക്കെ. 20% ഓഫ് 12% ഡിബഞ്ചേഴ്സ് ആർ കൺവേർട്ടബിൾ ഇൻ ടു equity shares of 10 each fully paid on 1st June 2023. നമ്മളെ കയ്യിലുള്ള 12% പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആയിട്ടുള്ള ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അത് പാർട്ട്ലി കൺവേർട്ടബിൾ ആയിട്ട് 20% ഓൺ 1st June 2023 എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഓർമ്മയുണ്ടോ? സെബി ഗൈഡ് ലൈൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ കമ്പനി ഷാൾ pending FCD or PCD, unless the similar benefit is reserved to PCD or FCD പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പൊ അതേപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു ബോണസിന്റെ ബെനിഫിറ്റ് നമ്മൾ ഈ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാതെ ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് സ്പെസിഫിക്കലി ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സെബി ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിനാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. റിക്വയർഡ് നമ്മൾ പറയുന്നത് എന്താണ്? ഷോ നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് കമ്പനി ആൻഡ് പ്രിപ്പയർ എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ബട്ട് ബിഫോർ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ പക്ഷെ ബോണസ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട. ഇനി നമ്മളോട് അഡീഷണൽ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആർ ദ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എൻടൈറ്റിൽഡ് ടു ബോണസ് ഷെയർസ്? കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. ഏത് പ്രകാരം? സെബി ഗൈഡ് ലൈൻസ് പ്രകാരം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്ര വരെ സെറ്റ് അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അതിന്റെ ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്താണ്? ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു, അത് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 1/4 എന്ന് വെച്ചിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യുന്നു. ആ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താ? ക്യാപിറ്റലൈസേഷൻ നമ്മൾക്ക് എല്ലാ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ ക്യാപിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ മാക്സിമം റെസ്ട്രിക്ഷൻ ഉള്ളത് ഫസ്റ്റ് എടുക്കുക, എന്നിട്ട് വേണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജേർണൽ എൻട്രീസിലേക്ക് പോകാം. ഫസ്റ്റ് ജേർണൽ എൻട്രി ഡേറ്റ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. 1st April 2023 ഫൈനൽ കോൾ മണി ഡ്യൂ ആണ്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. എടാ മക്കളെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. മറ്റേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ഷെയർ ഒക്കെ, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ മറക്കല്ലേ. 1,35,000 into ₹2. 1,35,000 നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. അതിൽ ₹2 വെച്ചിട്ടാണ് ഫൈനൽ കോൾ വരുന്നത്. അത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾ ബാങ്കിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് പറയുന്നില്ലേ? 20th നമുക്ക് പേയ്മെന്റ് ഇടുന്നത്. 20th April 2023 ബാങ്ക് അക്കൗണ്ട് 20th April 2023. നരേഷൻ മറക്കരുത്. ബീങ് ഫൈനൽ കോൾ ഓഫ് ₹2 for 1,35,000 rupees. 1,35,000 നമ്പർ ഓഫ് ഷെയർസ് ബീങ് ഡ്യൂ, അല്ലെങ്കിൽ ഡ്യൂ ആയി എപ്പോ? ആസ് പെർ ഡാഷ് റെസൊല്യൂഷൻ നമ്പർ ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്
70,000. എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് കോൾസിന് അരിയേഴ്സ് ആയിട്ട് തന്നേക്കാം. ഇതാണ് എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. പിന്നെ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു, ദെയർ ആഫ്റ്റർ ദ കമ്പനി ഡിസൈഡഡ് ടു ക്യാപിറ്റലൈസ് ദ റിസർവ്സ് ബൈ വേ ഓഫ് ബോണസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 4 shares held, 1/4. Thereafter 20/4/2023 ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്ര എമൗണ്ട് ആണ് ബോണസ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ടത്? നിലവിൽ ഇപ്പൊ നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എത്ര എമൗണ്ടിനാണ്? അതെന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് ഏകദേശം ജേണൽ എൻട്രീസ് അറിയാലോ, എത്ര ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണമെന്ന്. എന്താ, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസേഷൻ, അതിനുശേഷം ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 പ്രിപ്പയർ ചെയ്യാം. 1 കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ, അതിനുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. ഒന്നാമത്തത് എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ. എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണ്ടേ? എത്ര എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ? 1,35,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് അല്ലേ? 1,35,000 നമ്പർ ഓഫ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലേ? അതെ. ഇൻറ്റു ₹10 വെച്ചിട്ടുള്ളത്. അപ്പൊ എത്രയായി? 13,50,000 rupees വാല്യൂ ഉള്ളത് നമ്മളെ കയ്യിലുള്ള. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോണസ് ഇഷ്യൂ അറ്റ് 1:4. 1:4 ആണല്ലോ നമ്മുടെ റേഷ്യോ. 1,35,000 ഇൻറ്റു 1/4 അത്രേ 33,750 ഇൻറ്റു ₹10. 3,37,500. അത്രയും മൊത്തം പ്ലസ് 13,50,000 16,87,500. 1,35,000 1/4 പ്ലസ് 33,750 1,68,750. ഇതാണ് നമ്പർ ഓഫ് ഷെയർസ്. ഇത് എമൗണ്ട്. മൊത്തം നമ്മളെ കയ്യിൽ 16,87,500 ആണ് നമ്മളെ കയ്യിൽ വരുന്ന ക്യാപിറ്റൽ എമൗണ്ട്. അതിൽ ബോണസ് എമൗണ്ട് നമ്മൾ എത്രയാണ്? 3,37,500. 33,750 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്ന ജേണൽ എൻട്രിയിലേക്ക് പോവാം. ഒന്നാമത് നമ്മൾ എവിടുന്ന് എടുക്കണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റഡ് 30,000. പിന്നെ നെക്സ്റ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നമ്മൾ ഒരു നോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതാ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ 7,500 എന്താണ്, നോട്ട് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണ്. വെൻഡേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെന്റ് നമ്മൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 30,000 മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് നമ്മൾ നോട്ട് നമ്പർ 1 കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, നോട്ട് നമ്പർ 2. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നമുക്ക് 60,000 rupees ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന റിയലൈസ്ഡ് ഇൻ ക്യാഷ്. ബാക്കി എമൗണ്ട് നോട്ട് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണ് എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യണം. അപ്പൊ മൊത്തം എത്രയായി? 1,10,000 ആയി. മൈനസ് 3,37,500. ഇനി നമുക്ക് 2,70,500 കൂടി വേണം. ഇനി ജനറൽ റിസർവ് നമുക്ക് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട്. ജനറൽ റിസർവിൽ നമുക്ക് 1,80,000 rupees ഉണ്ട്. അത് ഫുൾ എമൗണ്ട് എടുക്കേണ്ടി വരും. ബാക്കി 37,500 നമ്മൾ എവിടെ നിന്ന് എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എടുത്തു. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 3,37,500.
അങ്ങനെയല്ലേ കിട്ടുന്നത്. ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കി കൺഫേം ചെയ്യാം. 30,000 പ്ലസ് 30,000 പ്ലസ് 6,000 പ്ലസ് 1,80,000 പ്ലസ് 37,500. ഓക്കെ, കറക്റ്റ്. ഇനി നെക്സ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 3,37,500 3,37,500. ഓക്കെ, ഡൺ. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേർണൽ എൻട്രീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഒന്നുമില്ല, നിലവിൽ എത്രയാണോ നമ്മുടെ എമൗണ്ട്സ് അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഫോർമാറ്റിലേക്ക് പോയിട്ടില്ലല്ലോ. ഫോർമാറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം എഡിറ്റ് ചെയ്യാം. ഈ താഴെയുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്ന സമയത്ത് വേറൊരു എക്സ്ട്രാക്ഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഡിവിഷൻ 2 ഇതൊക്കെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. എന്നിട്ട് റീപ്ലേസ് വിത്ത് ബിലോ ബാലൻസ് ഷീറ്റ്. താഴെയുള്ള ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ബാലൻസ് ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. എക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിങ് ആദ്യം കൊടുക്കും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് കൊടുക്കും. അതിന് ഷെയർ ക്യാപിറ്റൽ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് ഉണ്ട്. ആ നോട്ട്സ് അക്കൗണ്ട്സ് ആണ് താഴെ കൊടുക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, പിന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, ഫുള്ളി പെയ്ഡ് അപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 1,68,750 ആണ്. ഇത് എവിടെ നിന്നുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ, വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്നുള്ളത്. മൊത്തം 16,87,500 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് വരുന്നത്. ഔട്ട് ഓഫ് വിച്ച് 33,750 ഇക്വിറ്റി ഷെയർസ് അറ്റ് 10 rupees ഈച്ച് വെയർ ഇഷ്യൂഡ് ബൈ വേ ഓഫ് ബോണസ്. അതിൽ 33,750 എന്തായിരുന്നു, ബോണസ് ഇഷ്യൂ ആണ്. പിന്നെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ കയ്യിൽ ഓൾറെഡി ഉള്ളത് 12,000 നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് 10 rupees ഈച്ച് ഓൾറെഡി ഉള്ളതാണ്. അങ്ങനെ ഇതിന്റെ ടോട്ടലാണ് എന്ത് ചെയ്യുന്നത്, 18,07,500. ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്തായി, ഡൺ. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കുന്ന സമയത്ത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമുക്ക് ക്യാപിറ്റൽ റിസർവ് 1,12,000 ഉണ്ടായിരുന്നു. അതിൽ 60,000 നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ബാക്കി 52,500. സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമുക്ക് 37,500 ഉണ്ടായിരുന്നു. അതിൽ 30,000 നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ബാക്കി 7,500. സർപ്ലസ് എമൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ 2,70,000 നിന്നും 37,500 നമ്മൾ മൈനസ് ചെയ്തു. ബാക്കി 2,32,500. ഈ 3 എമൗണ്ടും കൂടി ടോട്ടൽ 2,92,500 ആണ് നിലവിൽ നമ്മളെ കയ്യിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതെന്ത് ചെയ്തു, ഇവിടെ മെൻഷൻ ചെയ്തു 2,92,500. പിന്നെ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്യൂരിറ്റി ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. അതിൽ സെക്യൂർഡ് 12% കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് 7,50,000. നമ്മളോട് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ്. ഡിബഞ്ചേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല, അതിന്റെ മുന്നേ ഉള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 7,50,000 rupees അവിടെ കാണിച്ചു. പിന്നെ ഔട്ട് ഓഫ് 1,50,000 rupees, അതായത് 7,50,000 rupees നിന്നും നമ്മൾ 20% എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺവേർഷന്റെ കാര്യം എന്ത് ചെയ്തു, ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കാം. ഔട്ട് ഓഫ് 1,50,000 ഡിബഞ്ചേഴ്സ് 7,50,000 into 20%, 1,50,000 rupeesന്റെ ഡിബഞ്ചേഴ്സ് അറ്റ് 100 each നമ്മൾ എന്ത് ചെയ്യും, ടു ബി കൺവേർട്ടഡ് ഇൻ ടു 15,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് 10 rupees each. എങ്ങനെയാ, 1,50,000 rupees ആണ് നമ്മൾ എമൗണ്ട് അല്ലെ. എമൗണ്ട് ഡിവൈഡ് ബൈ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10. അപ്പൊ എത്ര വരും, 15,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ്. ഈ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെയ്തു ലോങ് ടേം ബോറോയിങ്സ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നോട്ട്സ് നോക്കുകയാണെങ്കിൽ നോട്ട്സിൽ എന്തൊക്കെയുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു ഫോർ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. നമ്മൾ ആൻസറിലുള്ള ക്യാപിറ്റൽ റിസർവിന്റെ നോട്ട്സ് എത്രയാ, നമ്മൾ ആദ്യം സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നോട്ട് നമ്പർ 1. അപ്പൊ നമ്മൾ ഏതാണോ നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ നോട്ട് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. നോട്ട് നമ്പർ 1 ഇവിടെ നമ്മൾ നോട്ട് നമ്പർ 1 ആണ് നമ്മൾ നോട്ട് പ്രകാരം, ഇത് രണ്ടാമത്തെ നോട്ടാണ്. ക്യാപിറ്റൽ റിസർവ് നമ്മൾ രണ്ടാമതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 2, സെക്യൂരിറ്റി പ്രീമിയത്തിലും കളക്റ്റഡ് ഇൻ ക്യാഷ് മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ.
പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയണത് ആസ് പെർ പാരഗ്രാഫ് 2 ഓഫ് സെബി ഗൈഡ് ലൈൻസ് നോ കമ്പനി ക്യാൻ ഇഷ്യൂ ബോൺ ഷെയർസ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എക്സ്റ്റെൻഡിങ് സിമിലർ ബെനിഫിറ്റ് ടു കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പൊ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ആ ഒരു ബോണസ് ബെനിഫിറ്റ് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പെൻഡിങ് സച്ച് കൺവേർഷൻ നെസസറി നമ്പർ ഓഫ് ഷെയർസ് ഷുഡ് ബി earmarked for convertible debenture holders. Therefore, convertible debenture holders are also entitled to bonus shares in the same ratio as the equity shareholders. അപ്പം ഏതിന്റെ ആൻസറും കൂടി ആയി, നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ലാസ്റ്റത്തെ പാരഗ്രാഫിന്റെ ആൻസറും കൂടി എന്ത് ചെയ്തു, അവിടെ കവർ ചെയ്തു. ഡൺ. പക്ഷെ നമ്മൾ ജേണൽ എൻട്രീസ് എന്ത് ചെയ്തിട്ടില്ല, കൺവേർട്ട് ചെയ്യുന്ന ജേണൽ എൻട്രീസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ, പക്ഷെ ബോണസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാത്തത്. പിന്നെ ഈ നോട്ട് നമ്പർ 4 നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ തിരുത്തേണ്ടതായിട്ടുണ്ട്. എന്താ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കമ്പനി വിൽ പാസ് നെസസറി റെസൊല്യൂഷൻ അറ്റ് ദ ജനറൽ മീറ്റിംഗ് ഫോർ ഇൻക്രീസിംഗ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. കാരണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ നിലവിൽ നമ്മളെ കയ്യിലുള്ളത് എത്രയാണ്, ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, 1,50,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. നിലവിൽ നമ്മൾ ഇഷ്യൂഡ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാ, 1,35,000. ഈ 1,35,000 പ്ലസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രയാ, പ്ലസ് 33,750. 33,750 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ എന്തായി, 1,68,750 നമ്പർ ഓഫ് ഷെയർസ് എന്നായി. അപ്പൊ ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായില്ലേ. അഡീഷണലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് വരണം. അപ്പൊ ഓതറൈസ്ഡ് ക്യാപിറ്റൽ റിവൈസ് ചെയ്തു എന്നുള്ള അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെ എമൗണ്ടാ, ഒന്ന് മൂന്നാമത്തെ നോട്ട്, മൂന്നാമത്തെ നാലാമത്തെ വാട്ടെവർ ഏതാണ് നോട്ട്, ആ നോട്ട് നമ്പർ. ഇൻക്രിമെന്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാൽക്കുലേഷൻ ചെയ്യണം. കാരണം നമ്മൾ ഫസ്റ്റത്തെ ഇഷ്യൂ ഓഫ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടില്ലേ, ഇവിടെ തന്നെ കൊടുക്കാം. സെക്കൻഡ് നോട്ടായിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2, ഇൻക്രിമെന്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എന്തുകൊണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള റീസൺ, കാരണം നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇപ്പൊ നിലവിൽ മാക്സിമം എത്രയാണ്, 1,50,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. ഒന്നാമത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഏതാ, ആസ് പെർ വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്, 33,750 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹2 എത്രയാണ്, 3,37,500 റുപ്പീസിന്റെ ബോണസ് ഇഷ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്ക്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. രണ്ടാമത്തത് ഇഷ്യൂ ഓഫ് ബോണസ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പിന്നീട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. കാരണം ഇതേ ബോണസിന്റെ ബെനിഫിറ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള FCD അല്ലെങ്കിൽ PCD കൺവേർട്ടബിൾ, പാർട്ട്ലി കൺവേർട്ടബിളോ ഫുള്ളി കൺവേർട്ടബിളോ ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി കൊടുക്കണം. അപ്പൊ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യും. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് എത്രയാ, 7,50,000 റുപ്പീസ് ആണ് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതിന്റെ 20% നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പൊ എത്ര, 1,50,000 റുപ്പീസ് നമ്മളെ കയ്യിലുണ്ട്. സോ ഈ 1,50,000 റുപ്പീസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 rupees പെർ ഷെയർ. അങ്ങനെയാണെങ്കിൽ 15,000 നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും, വിൽ ബി കൺവേർട്ടഡ്. 15,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഡൺ. ഈ കൺവേർഷൻ കൂടാതെ തേർഡ് നമ്മൾ എന്ത് ചെയ്യും, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അത് എത്രയാ, 15,000
15,000 നമ്പർ ഓഫ് ഷെയർസ് ആണല്ലോ. 15,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്രയാണ് നമ്മൾ ഇപ്പം നിലവിൽ റേഷ്യോ 1:4, 1/4 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3,750 will be issued as ബോണസ്. ബോണസ് ഇഷ്യൂ ആയിട്ട് നമ്മൾ 3,750 നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3,750 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹10. അപ്പൊ എത്ര വരും? 37,500. അപ്പം മൊത്തം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 3,37,500 എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള ബോണസ് ഇഷ്യൂവും പ്ലസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ പിന്നീട് കൊടുക്കുന്ന 37,500 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാവും? 3,37,500, 3,75,000. ഇത്രയും 3,75,000 ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇൻക്രിമെന്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 15,000 നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഈ കൺവേർട്ട് ചെയ്യുന്ന കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണ്ടേ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാ? 1,35,000 അല്ലേ? 1,35,000 അല്ല സോറി, ഇതൊരു നിലവിലുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1,50,000 നമ്പർ ഓഫ് ഷെയർസ്. ഇതുവരെ ഇഷ്യൂ ചെയ്തത് എത്രയാ? 1,35,000. ഈ 15,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കൺവേർട്ട് ചെയ്താലും അതിന് എന്തുണ്ട്? പ്രോപ്പർ ആയിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ 15,000 നമ്പർ ഓഫ് ഷെയർസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. അപ്പൊ അതെന്തായി? മാക്സിമം നമ്പർ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ കടന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ബോണസ് ഇഷ്യൂ മാത്രം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് എമൗണ്ടും കൂടി കൺസിഡർ ചെയ്ത് 3,37,500 rupees നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ന്യൂ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ആ ഒരു നോട്ടും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തെറ്റാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരുത്തണം. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എത്രയാണ്? 33,750 into 2, 10, 3,37,500. 20% ഓഫ് 7,50,000 rupees ആണ് വരാം. അത് നമ്മൾ ഡിവൈഡ് ബൈ 10 ചെയ്തു, ഇൻറ്റു 1/4 ചെയ്തു. മൊത്തം നമുക്ക് കിട്ടുന്നത് 3,750 into ₹10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 37,500. നമ്പർ ഓഫ് ഷെയർസിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വരും? 37,500 നമ്പർ ഓഫ് ഷെയർസ്, എമൗണ്ട് ഓഫ് 3,75,000. ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കമ്പനി വിൽ പാസ് നെസസറി റെസൊല്യൂഷൻ അറ്റ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ഫോർ ഇൻക്രീസിംഗ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ബൈ 2,50,000 എത്രയാണ്? ബൈ 3,70,000 rupees. ഓക്കെ അല്ലേ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതൊക്കെ നിങ്ങൾ തിരുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ആൻസർ ഫസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കമ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം? മാക്സിമം തിരുത്തുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെക്ചർ.